സിറിയൻ ഗവൺമെന്റ് ഔദ്യോഗികമായി ഇപ്പോൾ നിലം പതിച്ചു എന്ന് തന്നെ പറയാം. ഒരാഴ്ചയ്ക്ക് മുൻപ് തുർക്കി കാരണവും തുർക്കി ബാക്ക്ഡ് മിലിറ്റൻസ് ഗ്രൂപ്പ് കാരണവും പെട്ടെന്നുണ്ടായ കൗണ്ടർ ഓഫൻസീവ് അല്ലെങ്കിൽ സിറിയൻ സൈന്യത്തിന് എതിരെ നടന്ന ആക്രമണം ഇപ്പോ ഒരു സമ്പൂർണ്ണ വിജയം പ്രാപിച്ചിട്ടുണ്ട്. റഷ്യ, ഇറാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇവരെല്ലാം പതിയെ പതിയെ സിറിയയിൽ നിന്നും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അസാദിന്റെ 24 വർഷത്തെ ഭരണം ഇവിടെ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. വിപ്ലവകാരികൾ കാരണം അല്ലെങ്കിൽ സിറിയയുടെ വിമത ഗ്രൂപ്പുകൾ കാരണം അവിടെ ഭരണമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേൽ ജനങ്ങളും സിറിയൻ ജനങ്ങളും ഇതിപ്പോ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു കൗണ്ടർ ഒഫൻസീവിൽ എങ്ങനെയാണ് സിറിയൻ സൈന്യം പരാജയപ്പെട്ടത്? ഈ സൈന്യം പരാജയപ്പെട്ടു എന്നതിനപ്പുറം പല സ്ഥലങ്ങളിൽ ആയുധങ്ങൾ അവർ താഴെ വെച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന സൈനികരെ അവർ സ്വാഗതം ചെയ്തു, കീഴടങ്ങി എന്ന് തന്നെ പറയാം. അകത്തേക്ക് വരുന്ന വിമത ഗ്രൂപ്പുകൾക്കെതിരെ സിറിയൻ സേന യാതൊരു റെസിസ്റ്റൻസും നൽകിയിട്ടില്ല. റഷ്യയെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിൽ ഉള്ളതിൽ നിർണായകമായ ഒരു അസറ്റായി സിറിയയുടെ എയർബേസസും സിറിയയുടെ നാവൽ ബേസസും ഉണ്ട്. അപ്പോ റഷ്യയുടെ സ്വാധീനം അവിടെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു? അതേസമയം സിറിയയിൽ നിന്നും കോൺസെൻട്രേഷൻ മാറിയതിനു ശേഷം റഷ്യയുടെ ശ്രദ്ധ ഉക്രൈനിലേക്ക് എങ്ങനെ തിരിയാൻ പോകുന്നു? ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ സിറിയൻ സംഘർഷത്തിന്റെ ഒരു ടൈം ലൈൻ എടുത്തു നോക്കിയാൽ ഈ പ്രതിഷേധങ്ങളെല്ലാം ആരംഭിച്ചത് 2011 എല്ലാവരും ചിന്തിക്കാം. എന്നാൽ 2000 വർഷത്തിൽ തന്നെ അസാദ് ഈ രാജ്യത്തിന്റെ നേതാവായി ചുമതലയേറ്റതിനു ശേഷം പല അടിച്ചമർത്തലുകളും സ്വേച്ഛാധിപത്യവും സിറിയൻ ജനങ്ങൾക്കെതിരെ കൊണ്ടുവന്നതായി പല മാധ്യമങ്ങളിലും പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന് എതിരെ, ഈ അടിച്ചമർത്തലുകൾക്ക് എതിരെ അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര വിപ്ലവം 2011 പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. 2011 ഇങ്ങനെ സംഭവിച്ചതിനു ശേഷം സിറിയ എന്നത് 2 വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധമായല്ല മാറിയത്. സിറിയയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് വംശീയ വിഭാഗങ്ങളുണ്ട്, ഒരുപാട് പ്രതിഷേധ ഗ്രൂപ്പുകളുണ്ട്. ഇവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സിറിയയുടെ സർക്കാർ സേനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉൾപ്പെട്ടു. അങ്ങനെ എതിർദിശയിലുള്ള ഗ്രൂപ്പുകളിൽ പോലും അവർക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ അവരും 2 വശമായി മാറി. ഒരു ഭാഗത്ത് അമേരിക്ക, മറ്റൊരു ഭാഗത്ത് തുർക്കി. ഇവർക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവരുടെ മുഴുവൻ ലക്ഷ്യം എന്നത് സർക്കാർ സേനയ്ക്ക് എതിരെ പ്രവർത്തിക്കുക എന്നതായിരുന്നു. ഈ സമയം സിറിയൻ സർക്കാരിന് ഒരു കാര്യം മനസ്സിലായി: നമ്മെക്കൊണ്ട് ഒറ്റയ്ക്ക് യുദ്ധം നടത്താൻ സാധിക്കില്ല. നമുക്ക് വീണ്ടും പിന്തുണ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അമേരിക്ക മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോൾ ഇവർ റഷ്യയോടും ഇറാൻ പ്രോക്സിസിൽ നിന്നും അവരുടെ സഹായം ചോദിച്ചു. അതും ലഭിച്ചു. 2014 മുതൽ ഇങ്ങനെയാണ് യുദ്ധം സിറിയയിൽ നടന്നുകൊണ്ടിരുന്നത്. അവസാനം 2018 വലിയൊരു പ്രശ്നമുണ്ടായി. 2020 അവർക്കുള്ളിൽ ഒരു സീസ് ഫയർ കൊണ്ടുവന്നു. 4 വർഷത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2024 തുർക്കി ബാക്ക്ഡ് HDS കാരണവും തുർക്കി ബാക്ക്ഡ് മിലിറ്റൻസ് ഗ്രൂപ്പ് കാരണവും അവിടെ നടത്തിയ കൗണ്ടർ ഒഫൻസീവാണ് പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ ആയി മാറിയത്. ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ സിറിയൻ സൈന്യം സ്തംഭിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാം. സിറിയ മാത്രമല്ല, റഷ്യയ്ക്കും ഇവിടെ വലിയൊരു പങ്കുണ്ട്. കാരണം സിറിയൻ സർക്കാർ ഫോഴ്സിന് എതിരെ അമേരിക്കയുടെ ട്രൂപ്സ് അവിടെയുണ്ട്, തുർക്കിയുടെ ട്രൂപ്സും അകത്തുണ്ട്. അതുപോലെ റഷ്യയുടെ ട്രൂപ്സും ഗവൺമെന്റ് ഫോഴ്സസിന് സപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഏതൊരു പ്രദേശങ്ങളിലും ഇവർ നേരിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, പ്രോക്സിയായി മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 3 വിഭാഗവും അവിടെ എന്താണ് ചെയ്യുന്നത്? ഇതിനിടയിൽ ഇസ്രായേലും ഉണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബാക്കപ്പ് സപ്പോർട്ട് മാത്രം നൽകും. അതായത് തുർക്കിയെ പിന്തുണയ്ക്കുന്ന സേന മുന്നിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന സൈന്യം മുന്നിൽ പോകുന്നു എന്നുണ്ടെങ്കിൽ ഇവർ പിന്നിൽ നിന്നുകൊണ്ട് അവരുടെ എയർഫോഴ്സ് വിമാനങ്ങളെ ഉപയോഗിച്ച് സർക്കാർ പിന്തുണയ്ക്കുന്ന സേനയുടെ ബേസിസിലും അവർ എവിടെയെല്ലാമാണോ അധികം വരുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം ഇവർ അവരുടെ ഏരിയൽ അറ്റാക്സ് നടത്തും. അതുപോലെ തന്നെയാണ് റഷ്യയും. നേരിട്ട് അവരുടെ സൈനികരെ അകത്തേക്ക് അയക്കുന്നതിന് പകരം ഏരിയൽ സപ്പോർട്ടും റെക്കോണിസൻസ് മിഷൻസ് മാത്രമാണ് സർക്കാർ സേനയ്ക്ക് നൽകുന്നത്. ഇതല്ലാതെ ഈ ലോകരാജ്യങ്ങൾ ആരും തന്നെ നേരിട്ട് അവരുടെ സൈനികരെ വെച്ച് യുദ്ധം ചെയ്യിപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിക്കുമ്പോൾ അലപ്പോ നഗരം ക്യാപ്ചർ ചെയ്തതിനു ശേഷം ഹോം സിറ്റിയിൽ അവർ പ്രതിഷേധം അധികമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഡമാസ്കസും അവർ പിടിച്ചെടുക്കും. സിറിയയുടെ തലസ്ഥാനം തീർച്ചയായും എത്രയും പെട്ടെന്ന് അവരുടെ നിയന്ത്രണത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച സമയം ഡിസംബർ മാസം 8-ാം തീയതി ഔദ്യോഗികമായി സിറിയൻ ഗവൺമെന്റ് അവിടെ നിലം പതിച്ചു. ഈ പ്രതിഷേധ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്ന് പ്രസിഡന്റ് അസാദിന്റെ പാലസ്, പ്രസിഡൻഷ്യൽ ഓഫീസ്, ആ രാജ്യത്തിന്റെ റേഡിയോ സ്റ്റേഷൻ, അവിടെയുള്ള TV സ്റ്റേഷൻ
ഇവയെല്ലാം ഇവരുടെ നിയന്ത്രണത്തിന് കീഴിലാക്കി. അങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിനു ശേഷം അവിടെയുള്ള രാഷ്ട്രപതി ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടതായി, വിമാനത്തിൽ പോയതായും ഒരു വിവരം പറഞ്ഞു. ഇവയെല്ലാം പ്രസിദ്ധീകരിച്ചതും ഇത് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം സംപ്രേഷണം ചെയ്തിരിക്കുന്നതും ഔദ്യോഗികമായ സിറിയൻ സ്റ്റേറ്റ് മീഡിയാസിൽ നിന്നാണ്. അപ്പോ സിറിയ ഇപ്പോൾ നിലം പതിച്ചു. എന്നാൽ ഇത്രയും പെട്ടെന്ന് വീഴുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് കൗണ്ടർ ഒഫൻസീവ്. എന്നാൽ ഇതിലും കൂടുതൽ പറയുന്ന ഒരു കാരണമാണ് പ്രസക്തമായത്. അത് അംഗീകരിക്കാൻ കഴിയുന്നതുമാണ്. അത് സിറിയൻ സർക്കാർ സേന സിറിയൻ സർക്കാരിന് അല്പം പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് വരുന്ന വീഡിയോസ് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവർ പീരങ്കികൾ താഴെ വെച്ചുകൊണ്ട് എതിരെ വരുന്ന സേനയെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ ആയുധങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് അകത്തേക്ക് വരുന്ന റിബൽ ഗ്രൂപ്പ്സിനെയും അകത്തേക്ക് വരുന്ന യുദ്ധ ഗ്രൂപ്പുകൾക്ക് മുൻപിൽ കീഴടങ്ങുന്നു. സിറിയയുടെ സൈന്യം അവരെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇങ്ങനെ സിറിയൻ സേന മുഴുവനും ഗവൺമെന്റിനെ വിട്ട് പ്രതിപക്ഷ ശക്തിയെ പിന്തുണയ്ക്കുക മാത്രമല്ല, അവരാരും അവിടെ യുദ്ധം ചെയ്തിട്ടുകൂടിയില്ല. ഇപ്പോ ഈ ഗ്രൂപ്പുകൾ എല്ലാം അകത്തേക്ക് പോയത് യാതൊരു എതിർപ്പുമില്ലാതെയാണ്. റഷ്യയെക്കുറിച്ച് നമ്മൾ അവസാന വീഡിയോയിൽ സംസാരിച്ചിരുന്നു. സിറിയയിൽ റഷ്യൻ ബാക്ക്ഡ് ഫോഴ്സസിന്റെ അവസ്ഥ ഇപ്പോ ശരിയല്ല എന്ന്. അതുപോലെ തന്നെയാണ് റഷ്യ 2 ഏരിയൽ അറ്റാക്ക് മാത്രമേ അവിടെ ചെയ്തുള്ളൂ. ഇത്രയും ദിവസം അവിടെ യുദ്ധം നടക്കുന്നുണ്ട്. കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചതിനു ശേഷം 2 ഏരിയൽ അറ്റാക്ക് മാത്രം ചെയ്തുള്ളൂ. അതും ഈ 2 അറ്റാക്കും ആ കോൺസെൻട്രേഷൻ ഗ്രൂപ്പ് അകത്തേക്ക് വരുന്ന സൈനികരെ നോക്കി മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഇവർ മുന്നേറി വരുന്നതിനെ തടയുന്ന രീതിയിൽ റഷ്യ ഒന്നും ചെയ്തില്ല. ഗവൺമെന്റ് ഫോഴ്സസ് യുദ്ധം ചെയ്യാതെ ആ രാജ്യത്തിന്റെ സൈന്യം തന്നെ ഞങ്ങൾക്ക് ഈ യുദ്ധം വേണ്ട, യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് പോകുമ്പോൾ അത് ഏതൊരു രാജ്യത്തെ കൊണ്ടും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ആരെ കൊണ്ടും തടയാനും കഴിയില്ല. ഇപ്പോ സിറിയൻ സർക്കാർ വീണു. പ്രസിഡന്റ് അസാദ് അവിടെ ഇല്ല. സിറിയൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രപതിയിൽ നിന്നും യാതൊരു ആശയവിനിമയവും ലഭിച്ചിട്ടില്ല. എന്നാൽ സിറിയയ്ക്കുള്ളിൽ ഏതൊരു സർക്കാർ ഇപ്പോൾ സ്ഥാപിച്ചാലും അത് സർക്കാർ സേനയായാലും അല്ലെങ്കിൽ അകത്തിപ്പോ പുതുതായി വന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രണത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന സർക്കാർ പ്രതിപക്ഷ ശക്തികൾ ഭരണം ഏറ്റെടുത്താലും അതിൽ എനിക്ക് യാതൊരുവിധ മടിയോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. ഏത് സർക്കാർ രൂപീകരിച്ചാലും ഞാൻ അതിനുള്ള അനുവാദം നൽകും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം പുറത്തുവരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ഞാൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. അപ്പോ സിറിയയിലെ സർക്കാർ ഇപ്പോ വീണു. പ്രസിഡന്റ് അസാദിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോ അറിയില്ല. വീണ്ടും ചില റിപ്പോർട്ട് നോക്കിയാൽ അത് അൺവെരിഫൈഡ് ക്ലെയിംസ് ആണ്. ആരും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല, ചില റൂമേഴ്സ് മാത്രം. അസാദ് പോയ പ്ലെയിൻ ക്രാഷ് ആയതായി പറയുന്നു. ചില മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്ലെയിനിന്റെ ആൾട്ടിറ്റ്യൂഡ് പെട്ടെന്ന് കുറഞ്ഞു, അത് ഷോട്ട് ഡൗൺ ആയോ, അല്ലെങ്കിൽ വെസ്റ്റേൺ പ്രൊവിൻഷ്യയിൽ പെട്ടെന്നൊരു സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള പല കിംവദന്തികൾ പടരുന്നുണ്ട്. ഇത് കൺഫേം ചെയ്തിട്ടില്ലാത്ത വാർത്തയാണ്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇതിനുശേഷം ഇറാൻ എന്ത് ചെയ്യാൻ പോകുന്നു? റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം റഷ്യയ്ക്ക് 2 പ്രധാനപ്പെട്ട താവളം സിറിയയിൽ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോസിലൂടെ കാണാം. തീർച്ചയായും അടുത്ത ഭാഗത്തിലൂടെ മുഴുവനായി നമുക്കിത് അനലൈസ് ചെയ്യാം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.